നമസ്കാരം. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി 80ന്റെ നിറവിൽ. ഇതിനെക്കുറിച്ചുള്ള പ്രത്യേക ലേഖനം തയ്യാറാക്കിയിരിക്കുന്നത് ശ്രീ ജോർജ് കള്ളിവയലിൽ. ഒരു വ്യാഴവട്ടക്കാലം സീറോ മലബാർ സഭയെ ധീരമായി നയിച്ച ശ്രേഷ്ഠ ഇടയൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് 80ന്റെ നിറവിൽ. ഇന്നാണ് പിതാവിന്റെ ജന്മദിനം. സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി സിനഡ് തിരഞ്ഞെടുത്ത മേജർ ആർച്ച് ബിഷപ്പാണ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവ്. 2011 മെയ് 24 സിനഡ് അദ്ദേഹത്തെ മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുത്തു. മെയ് 26 ബെനഡിക്ട് 16 മാർപ്പാപ്പ തിരഞ്ഞെടുപ്പ് സ്ഥിരീകരിച്ചു. മാർ ജോർജ് ആലഞ്ചേരി പിതാവ് മേജർ ആർച്ച് ബിഷപ്പായി സഭയെ നയിച്ച കാലത്ത് സീറോ മലബാർ സഭ ആഗോള രംഗത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. സഭയുടെ അജപാലന വിസ്തൃതി വിപുലീകരിച്ചതും വിദേശത്തടക്കം പ്രവാസികൾക്കായി പുതിയ രൂപതകൾ സ്ഥാപിച്ചതും മുഖ്യ നേട്ടങ്ങളാണ്. സീറോ മലബാർ സിനഡിന് വിവിധ കമ്മീഷനുകൾക്ക് രൂപം നൽകി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവിന് കഴിഞ്ഞു. മാർ തോമസ് ലീഹായുടെ ഇന്ത്യൻ പ്രേക്ഷിതത്വത്തെ സംബന്ധിച്ച ചരിത്ര ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് ഏകോപനം നൽകിയതും മാർ ജോർജ് ആലഞ്ചേരി പിതാവിന്റെ നേതൃത്വത്തിലുള്ള സിനഡൽ സംവിധാനമാണ്. ആരാധനാക്രമ രംഗത്ത് ഏകീകൃത കുർബാന അർപ്പണവും നവീകരിച്ച യാമപ്രാർത്ഥനകളും പുതിയ പ്രഘോഷണ ഗ്രന്ഥങ്ങളും രൂപം കൊണ്ടത് ഇക്കാലത്താണ്. സർവോപരി സീറോ മലബാർ സഭയുടെ ചരിത്ര ദൈവശാസ്ത്ര ആരാധനാക്രമത്തിൽ അധിഷ്ഠിതമായ ഒരു സ്വഭാവബോധം ഉൾക്കൊണ്ടുകൊണ്ടുള്ള അജപാലന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ അദ്ദേഹത്തിന് കഴിഞ്ഞു. 1945 ഏപ്രിൽ 19 ചങ്ങനാശ്ശേരി തുരുത്തിയിലാണ് ജനനം. സെയിന്റ് ബെർഗ്മാൻസ് കോളേജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദവും ആലുവ പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടി. 1972 ഡിസംബർ 18 പൗരോഹിത്യം സ്വീകരിച്ചു. ചങ്ങനാശ്ശേരി അതിരൂപത മതബോധന ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. KCBC മതബോധന കമ്മീഷന്റെ സെക്രട്ടറിയായി 3 വർഷം സേവനമനുഷ്ഠിച്ചു. തുടർന്ന് പാരീസിലെ സോർബോൺ സർവകലാശാലയിൽ നിന്ന് ബൈബിൾ ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടുകയും കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മതബോധന ശാസ്ത്രത്തിൽ വൈദഗ്ധ്യം നേടുകയും ചെയ്തു. ഇന്ത്യയിൽ മടങ്ങിയെത്തി POC ഡയറക്ടറായും KCBC ഡെപ്യൂട്ടി സെക്രട്ടറിയായും വടവാതൂരിലെ സെയിന്റ് തോമസ് അപ്പസ്തോലിക് സെമിനാരിയിൽ പ്രൊഫസറായും സേവനം ചെയ്തു. 1994 മുതൽ 96 വരെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പ്രോട്ടോസിഞ്ചലിസായി ശുശ്രൂഷ നിർവഹിച്ചു. 1996 നവംബർ 11 തക്കല രൂപത സ്ഥാപിച്ചപ്പോൾ ജോൺ പോൾ II മാർപ്പാപ്പ അദ്ദേഹത്തെ പ്രഥമ മെത്രാനായി നിയമിച്ചു. സീറോ മലബാർ സഭയുടെ ബിഷപ്പുമാരുടെ സിനഡിന്റെ സെക്രട്ടറിയായും സീറോ മലബാർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ വിശ്വാസ പരിശീലന കമ്മീഷന്റെയും CBCI ലൈറ്റി കമ്മീഷന്റെയും ചെയർമാനായും സേവനമനുഷ്ഠിച്ചു. 2012 ഫെബ്രുവരി 18 കൺസിസ്റ്ററിയിലാണ് ബെനഡിക്ട് 16 മാർപ്പാപ്പ മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെ കർദിനാളായി ഉയർത്തിയത്. 2013 മാർച്ചിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ തിരഞ്ഞെടുത്ത കോൺക്ലേവിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്ത് നിന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് സമർപ്പിച്ച രാജി 2023 ഡിസംബർ 7 ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വീകരിച്ചു. ഇപ്പോൾ വിശ്രമജീവിതം നയിക്കുകയാണ് എന്ന് പറയുമ്പോഴും വളരെയധികം ഉത്സാഹത്തോടെയും സ്നേഹത്തോടെയും പൂർവാധികം ശക്തിയോടെയും ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന തിരക്കിലാണ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവ്. ഞങ്ങളുടെ വലിയ പിതാവേ, ഈശോയുടെ ദൈവരാജ്യത്തിലേക്ക് അങ്ങ് നയിച്ച അങ്ങയുടെ അജഗണത്തിന്റെ പ്രാർത്ഥനകളും ആശംസകളും അങ്ങയുടെ 80ാം പിറന്നാളിന്റെ ഈ അവസരത്തിൽ ഞങ്ങൾ നേരുകയാണ്. അങ്ങ് സഹിച്ച സഹനങ്ങളും അങ്ങയുടെ ആത്മീയ ജീവിതവും എന്നും ഞങ്ങൾക്കൊരു മാതൃകയാണ്. അങ്ങയുടെ പാത പിന്തുടർന്ന് സഹനങ്ങൾ സ്വീകരിക്കുവാനും അതെല്ലാം ദൈവരാജ്യത്തിലേക്കുള്ള ഞങ്ങളുടെ പ്രയാണത്തിന്റെ ചവിട്ടുപടികളായി ഉയർത്തുവാനും ഞങ്ങൾക്ക് സാധിക്കട്ടെ എന്നും പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു.